പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുക എന്ന് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒരു പുറത്തിൽ കവിയാതെയാണ് എഴുതേണ്ടത്. 1929-33 ലോക സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എല്ലാ സാംസ്കാരിക മൂല്യങ്ങൾക്കും എതിരായ ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിന്റെ പടപ്പുറപ്പാടിന് ശേഷം വിശ്വസാഹിത്യത്തിൽ ആവിർഭവിച്ച ഒരു പുതിയ പ്രസ്ഥാനമാണ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം. അപ്പോൾ വിശ്വസാഹിത്യത്തിൽ തന്നെ ലോകമാകമാനമുണ്ടായ ഒരു പ്രസ്ഥാനമാണ് പുരോഗമന സാഹിത്യം. 1934 റോമിലോത്ത്, ഹെൻറി ബാർബൂസെ, ലൂയി ആരഗൻ തുടങ്ങിയ വിശ്വസാഹിത്യകാരന്മാരുടെ നേതൃത്വത്തിൽ പാരീസിൽ വെച്ച് നടന്ന സാഹിത്യ സമ്മേളനമാണ് ഈ പുതിയ പ്രസ്ഥാനത്തിന് അടിത്തറയിട്ടത്. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത സജ്ജാദ് സഹീറിന്റെയും സാമ്രാജ്യ വിരോധികളായ മറ്റ് ചില ഇന്ത്യൻ സാഹിത്യകാരന്മാരുടെയും പരിശ്രമ ഫലമായി 1935 ലക്നൌവിൽ വെച്ച് ഹിന്ദി സാഹിത്യ സാമ്രാട്ടായിരുന്ന ശ്രീ പ്രേംചന്ദിന്റെ അധ്യക്ഷതയിൽ ഒരു അഖിലേന്ത്യാ പുരോഗമന സാഹിത്യ സമ്മേളനം ചേർന്നു. ആ സമ്മേളനത്തിൽ നിന്നുടലെടുത്ത അഖിലേന്ത്യാ പുരോഗമന സാഹിത്യ സംഘടനയുടെ കേരള ശാഖ 1937 ജീവൽ സാഹിത്യ സംഘം എന്ന പേരിൽ ജന്മമെടുത്തു. 1942 ശേഷം അത് പുരോഗമന സാഹിത്യ സംഘം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വ്യക്തമായ ചില സാമൂഹ്യ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ആവിർഭവിച്ചത്. സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി ബോധപൂർവം സാഹിത്യ രചന നടത്തുന്നവരുടെ പ്രസ്ഥാനമാണത്. അപ്പോൾ ലോക സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യത്തിന്റെ പടപ്പുറപ്പാടിന് ശേഷം വിശ്വസാഹിത്യത്തിൽ ആവിർഭവിച്ച ഒരു പുതിയ പ്രസ്ഥാനമാണ് പുരോഗമന സാഹിത്യം. ആരൊക്കെയാണ്? റോമിലോത്ത്, ഹെൻറി ബാർബൂസെ, ലൂയി ആരഗൻ തുടങ്ങിയ വിശ്വസാഹിത്യകാരന്മാരുടെ നേതൃത്വത്തിൽ പാരീസിൽ വെച്ച് നടന്ന സാഹിത്യ സമ്മേളനമാണ് ഈ പുതിയ പ്രസ്ഥാനത്തിന് അടിത്തറയിട്ടത്. റോമിലോത്ത്, ഹെൻറി ബാർബൂസെ, ലൂയി ആരഗൻ തുടങ്ങിയ വിശ്വസാഹിത്യകാരന്മാരുടെ നേതൃത്വത്തിൽ പാരീസിൽ വെച്ച് നടന്ന സാഹിത്യ സമ്മേളനമാണ് ഈ പുതിയ പ്രസ്ഥാനത്തിന് അടിത്തറയിട്ടത്. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത സജ്ജാദ് സഹീറിന്റെയും സാമ്രാജ്യത്വ വിരോധികളായ മറ്റു ചില ഇന്ത്യൻ സാഹിത്യകാരന്മാരുടെയും പരിശ്രമ ഫലമായിട്ടാണ് ഇന്ത്യയിൽ ലക്നൌവിൽ വെച്ച് ഹിന്ദി സാഹിത്യ സാമ്രാട്ടായിരുന്ന ശ്രീ പ്രേംചന്ദിന്റെ അധ്യക്ഷതയിൽ ഒരു അഖിലേന്ത്യാ പുരോഗമന സാഹിത്യ സമ്മേളനം ചേർന്നത്. ആ സമ്മേളനത്തിൽ നിന്നാണ് കേരളത്തിൽ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത കേരള ശാഖ ജീവൽ സാഹിത്യ സംഘം എന്ന പേരിൽ ജന്മമെടുക്കുകയുണ്ടായി. അതാണ് പുരോഗമന സാഹിത്യ സംഘം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ ഒരു പുരോഗമന സാഹിത്യ സംഘത്തിന് വ്യക്തമായ ചില സാമൂഹ്യ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി ബോധപൂർവം സാഹിത്യ രചന നടത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി പുരോഗമന സാഹിത്യ പ്രസ്ഥാനവും മാർക്സിസവും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 1929-33 സാമ്പത്തിക കുഴപ്പവും അതിനെ തുടർന്ന് സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ രംഗങ്ങളിൽ ഉണ്ടായ സംഭവ വികാസങ്ങളും മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിൽ എന്ന പോലെ മാനസിക മണ്ഡലത്തിലും ചില വമ്പിച്ച പരിവർത്തനങ്ങൾ ഉണ്ടാക്കി. സാമൂഹ്യ ജീവിതത്തിലെ സംഘട്ടനങ്ങൾ മാനസിക മണ്ഡലത്തിലും പ്രതിഫലിച്ചു. ഒരു ഭാഗത്ത് കാലഹരണം വന്ന സാമ്രാജ്യത്വ ശക്തികളുടെ ചൂഷണത്തെയും യുദ്ധപരിശ്രമങ്ങളെയും ന്യായീകരിക്കാനും നിലനിർത്താനും വേണ്ടിയുള്ള അധപ്പതനോന്മുഖമായ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, മറുഭാഗത്തോ ജനങ്ങളുടെ ഭാഗത്ത് ഉറച്ചു നിന്നുകൊണ്ട് സാംസ്കാരിക മൂല്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ തടയുവാനും സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും ശക്തികളെ വളർത്താനും വേണ്ടിയുള്ള പുതിയ സാഹിത്യ സാംസ്കാരിക പ്രയത്നങ്ങൾ. രണ്ടാമത്തേതിന്റെ പ്രതിനിധികളാണ് പുരോഗമന സാഹിത്യകാരന്മാർ. കേരളത്തിൽ തൊഴിലാളി പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവും വളരാൻ തുടങ്ങിയതോടുകൂടി സർവദേശീയ സോഷ്യലിസത്തിന്റെ സ്വാധീന ശക്തിയും മെല്ലെ മെല്ലെ പടർന്നു പിടിക്കാൻ തുടങ്ങി. ആ ഘട്ടത്തിലാണ് സാമ്രാജ്യത്വ വിരോധികളും വളർന്നു വരുന്ന ബഹുജന പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുമായ ചില ചെറുപ്പക്കാരായ എഴുത്തുകാർ സോഷ്യലിസം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് തൊഴിലാളി കർഷക പ്രക്ഷോഭങ്ങൾക്ക് പ്രചോദനം നൽകാൻ പറ്റിയ കവിതകളും കഥകളും നാടകങ്ങളുമായി മുന്നോട്ട് വന്നത്. കലാപരമായ വൈദഗ്ധ്യവും പരിപക്വതയും നേടിക്കഴിഞ്ഞവരായിരുന്നില്ല അവരിൽ പലരും. എങ്കിലും
അവരുടെ കൃതികളിൽ സോഷ്യലിസ്റ്റ് റിയലിസത്തിന്റെ ചില അംശങ്ങൾ അടങ്ങിയിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് 1937 ജീവൽ സാഹിത്യ പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിച്ചത്. അതേ സമയത്ത് തന്നെ നിലവിലുള്ള സാമൂഹിക അവസ്ഥയുടെ ദോഷങ്ങളും വൈകൃതങ്ങളും തുറന്നു കാണിക്കുന്ന എഴുത്തുകാരുടെ എണ്ണവും കൂടിക്കൂടി വന്നു. അയിത്തം, ജാതി മേധാവിത്വം മുതലായവയ്ക്കെതിരായി സാമൂഹ്യ സമത്വത്തിനു വേണ്ടി രചന നടത്തിയ മറ്റു ചില എഴുത്തുകാരും ഉണ്ടായിരുന്നു. അവരുടെ കൃതികൾ പലതിലും ക്രിട്ടിക്കൽ റിയലിസമാണ് അടങ്ങിയിരുന്നത്. ഇതെല്ലാം കൂടിയാണ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനമായി വളർന്നു വന്നത്.